ഇസ്മായിൽ നോക്കൂ, ഇപ്പൊ ശശീന്ദ്രനെ പോലെയുള്ളവരുണ്ട്. സർക്കാരിനും നിയമത്തിന്റെ നൂലാമാലകളിൽ വിശ്വസിക്കുന്ന ബ്യൂറോക്രാറ്റുകളും വനംവകുപ്പിനും ഇതിനെ ഒരു മാൻ ഈറ്ററായിട്ട് DFO പ്രഖ്യാപിച്ചാൽ പോലും കേസും കുറ്റവുമായിട്ട് നടക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ഇത് ഭയന്നുകൊണ്ടാണ് ഇവരിൽ പലരും മാനീറ്ററായിട്ട് പ്രഖ്യാപിച്ച് വിടുവിച്ചു കൊല്ലാനുള്ള ഉത്തരവിടാത്തത്. അതുകൊണ്ടാണ് ഈ വന്യജീവി സംഘർഷത്തിൽ ഒരു പരിധിവരെ പ്രതിഷേധം ഉണ്ടാവുന്നത്. ഇതിനെ എങ്ങനെ നേരിടാനാണ് ഇനി നിങ്ങൾ പ്രതിപക്ഷം തീരുമാനിക്കുന്നത്? പി ഇസ്മായിൽ. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ളത് സർക്കാരിൻ്റെ പ്രാഥമികമായ ഉത്തരവാദിത്തമാണ്. അതിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും പരാജയപ്പെട്ടു എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഇരയാണ് ഇന്ന് വയനാട്ടിൽ ദാരുണമായ ഒരു അന്ത്യം. അതും സർക്കാരിൻ്റെ ഏറ്റവും വലിയ നിസ്സംഗതയുടെ, അനാസ്ഥയുടെ ഇരയായിട്ടാണ് രാധയുടെ ഈ മരണത്തെ നമ്മളെല്ലാവരും നോക്കിക്കാണേണ്ടത്. നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ 900 പേരാണ് വിവിധ വന്യജീവികൾ, അതിൽ കാട്ടാനയുണ്ട്, കടുവയുണ്ട്, പുലിയുണ്ട്, കാട്ടുപന്നിയുണ്ട്, ഇത്തരം വന്യജീവികളുടെ അക്രമം കൊണ്ട് ഏതാണ്ട് 900 പേർ കൊല്ലപ്പെട്ടു. കഴിഞ്ഞ ഒരു വർഷം മാത്രം 105 പേർ കൊല്ലപ്പെട്ടു. വയനാട്ടിൽ തന്നെ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 8ാമത്തെ ആളെയാണ് കടുവ കൊല്ലുന്നത്. കാട്ടാനയും മറ്റുമൊക്കെ കൊന്ന കണക്കുകൾ വേറെ. ഇപ്പം നികുതി നൽകുന്ന ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കണം. അവർക്ക് ഭയമില്ലാതെ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് സർക്കാരിൻ്റെ പ്രാഥമികമായ ഉത്തരവാദിത്തമാണ്. അതിന് നിയമപരമായി ഭേദഗതിക്ക് ഇവിടെ നേരത്തെ CPMൻ്റെ പ്രതിനിധി CK ശശീന്ദ്രൻ അഭിപ്രായപ്പെട്ടു. നിയമസഭ ഐക്യകണ്ഠേന ഒരു പ്രമേയം പാസാക്കിയ കൂട്ടത്തിൽ അത് യാഥാർത്ഥ്യമാവണം. നമുക്കറിയാം, പ്രൊഫസർ മാധവ് ഗാഡ്ഗിലിൻ്റെ ഏറ്റവും വലിയ ഒരു അഭിപ്രായമുണ്ട്. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് ഭീഷണിയാകുന്ന സാഹചര്യത്തിൽ രാജ്യത്തിൻ്റെ ഭരണഘടന അദ്ദേഹത്തിന് ഭീഷണി ഉയർത്തുന്നവരെ പ്രതിരോധിക്കാനും അദ്ദേഹത്തെ ശിക്ഷിക്കാനുമുള്ള നിയമമുള്ള നാട്ടിൽ ജനങ്ങളുടെ ജീവന് ഭീഷണിയാകുന്ന ഈ വന്യജീവികളെ നേരിടാൻ നിയമത്തിൽ ഭേദഗതി വരുത്തണമെന്ന് പ്രൊഫസർ മാധവ് ഗാഡ്ഗിലിനെ പോലുള്ള പ്രഗത്ഭനായ പരിസ്ഥിതി ചിന്തകൻ്റെ അഭിപ്രായം കൂടെ നമ്മളിവിടെ ചേർത്ത് വെക്കണം. അതുകൊണ്ട് അടിയന്തരമായി ഭേദഗതി വരുത്തണം. അതോടൊപ്പം ഈ 1972 വന്യജീവി നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതോടൊപ്പം സർക്കാർ ഇവിടെ പലപ്പോഴും ഇതിനെ തടയിടാൻ, വന്യജീവി ശല്യത്തെ അല്ലെങ്കിൽ ആക്രമണത്തെ തടയിടാൻ വേണ്ടി ഇപ്പോഴും വയനാട്ടിലെ പല പ്രദേശങ്ങളിലും പ്രാകൃതമായ രീതിയിൽ പടക്കം പൊട്ടിച്ചും പന്തം കൊളുത്തിയും പാത്രം കൊട്ടിയും അതോടൊപ്പം തന്നെ മരങ്ങളിൽ ഒക്കെ പ്രത്യേകമായ നിറത്തിലുള്ള വസ്ത്രങ്ങൾ അല്ലെങ്കിൽ തുണികൾ കെട്ടിയും ഏറുമാടങ്ങളിൽ ഇരുന്നൊക്കെ കാവലിരുന്നു കൊണ്ടാണ് ഇതിനെ നേരിടുന്നത്. പുതിയ സംവിധാനങ്ങൾ, റെയിൽ ഫെൻസിങ്ങോ അതല്ലെങ്കിൽ മറ്റ് ഫെൻസിങ്ങുകളോ മറ്റ് സംവിധാനങ്ങളൊന്നും എല്ലായിടങ്ങളിലും എത്തുന്നില്ല എന്നുള്ളതാണ്. അപ്പം സർക്കാരിന് വലിയ ഉത്തരവാദിത്തമുണ്ട്. നേരത്തെ ഇവിടെ വനത്തിന്റെ അവസ്ഥയൊക്കെ വിശേഷിപ്പിക്കുകയുണ്ടായി. എങ്ങനെ വന്യജീവി വയനാട് മെച്ചപ്പെട്ട നിലയിലാണെന്നാണ് CK ശശീന്ദ്രൻ പറഞ്ഞത്, മറ്റു ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായി. അതുകൊണ്ടാണ് വർഷത്തിൽ ഇങ്ങനെ ആളുകളുടെ കൊല്ലപ്പെടുന്ന എണ്ണം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. മെച്ചപ്പെട്ടത് കൊണ്ടായിരിക്കുമോ? അത് അദ്ദേഹം മറുപടി പറയേണ്ടതാണ്. കാരണം എത്ര പേരെയാണ് കൊന്നിട്ടുള്ളത്? കാട്ടാന കൊന്നതിൻ്റെ, ഞാനിപ്പോൾ നേരത്തെ ഈ 10 വർഷത്തിനിടയിൽ കടുവ കൊന്നതിൻ്റെ കണക്കാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഞാൻ തിരിച്ചു വരാം. Debate with Dr. Arun Kumar.